ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എച്ച് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ BCS 012 മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മളുടെ 2025 ജൂണിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. നിങ്ങൾ എല്ലാ ഓപ്ഷൻസും അതിലത്തെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എല്ലാത്തിനും 5-5 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിറ്റർമിനൻ്റ് എന്നാണ്. ഓക്കെ, B + C, C + A + B, C + A + B, B + C, A + B, B + C, C + A = 2 into ABC, BCA, CAB ഇതാണെന്ന് കാണിക്കണം. ഷോ ദാറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്ത് വന്നിട്ട് ഇതാണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം അവർ തന്നത് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ B + C, C + A, A + B, C + A + B, B + C, A + B, B + C, C + A, LHS എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ റോനെ നമുക്ക് R1 + R2 + R3 എന്നുള്ള രീതിക്ക് നമുക്ക് മാറ്റി എഴുതാം. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് R1 ചേഞ്ചസ് ടു R1 + R2 + R3 3 റോയും കൂടിയിട്ട് ആഡ് ചെയ്തത് ഫസ്റ്റ് റോയിൽ എഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിയേ, A 2 വരുന്നുണ്ട്, B 2 വരുന്നുണ്ട്, C 2 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരെ മൊത്തത്തിൽ എങ്ങനെ എഴുതാം? എല്ലാതും 2 വരുന്നുണ്ട്. അപ്പം നമ്മൾ 2 into A + B + C എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, B + C + C + A + A + B ഇങ്ങനെയാണ് ഈ ആദ്യത്തെ എലമെൻറ്റ് വരിക R1. അപ്പോൾ B 2 ഉണ്ട്, A 2 ഉണ്ട്, C 2 ഉണ്ട്. അപ്പോൾ 2 into A + B + C എന്ന് എഴുതാമല്ലോ നമുക്ക് വരാനെ. അപ്പോൾ അതേപോലെ നമ്മൾ മാറ്റി എഴുതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. 2 into A + B + C. ഇവിടെയും അത് തന്നെ വരുന്നത് കണ്ടോ, 2 A വരുന്നുണ്ട്, 2 B വരുന്നുണ്ട്, 2 C വരുന്നുണ്ട്. അപ്പോൾ ഇതും 2 into A + B + C ആവും. നെക്സ്റ്റും അതുപോലെ തന്നെ 2 into A + B + C എന്ന് വരും. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും ചേഞ്ച് ഇല്ലാതെ അതേപോലെ തന്നെ നമ്മൾ എഴുതുക. ഇതെന്തായിരുന്നു? A + B. ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഈ 2 എല്ലാത്തിലും കോമൺ. ഈ R1 2 കോമൺ ആണ്. ആ 2നെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക ചെയ്യുന്നത്. ടേക്ക് 2 ഫ്രം R1. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 പോയ അവിടെ ബാക്കി A + B + C, A + B + C, A + B + C, ഇത് C + A, ഇത് A + B, ഇത് A + B, B + C, B + C, C + A ഇങ്ങനെ വന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് റോനെയും തേർഡ് റോനെയും നമുക്ക് ചേഞ്ച് ചെയ്യാം. R2 ചേഞ്ചസ് ടു R2 - R1 R3 ചേഞ്ചസ് ടു R3 - R1 ചെയ്യാം. അടുത്ത പേജിൽ എഴുതാം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - R1 ആൻഡ് R3 ചേഞ്ചസ് ടു R3 - R1 ഇങ്ങനെ വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കി നോക്കിയേ. R2നെ R1 വെച്ച് മൈനസ് ചെയ്യണം. അപ്പോൾ എയും എയും പോവും, സിയും സിയും പോവും. ഇവിടെ ബാക്കി ആര് മാത്രം വരും? B വരും. ഇവിടെ R3 - R1 ചെയ്യുമ്പോൾ A വെട്ടിപ്പോവും, B വെട്ടിപ്പോവും. ബാക്കി ഇവിടെ C വരും. മൈനസ് ആണ് കേട്ടോ, -Bയും -Cയും വരും. അതേപോലെ ഇവിടെയും വെട്ടിച്ചെറുതാക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് വരുന്നത് ഇതാണ്. 2 into R1ന് ചേഞ്ച് ഇല്ലാതെ A + B + C തന്നെ, R2ന് എന്ത് വരും? ഇവിടെ -B വരും, ഇവിടെ -C വരും, ഇവിടെ -A വരും. ഇതോ R3 വരുമ്പോൾ -C, -A, -B എന്ന് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് കറസ്പോണ്ടിങ് വെട്ടിക്കളഞ്ഞാൽ മതി. മൈനസ് ചെയ്താൽ വെട്ടിപ്പോവും. അപ്പം ഇങ്ങനെ വരും.
ഇനി 2 ഇൻറ്റു, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ R1നെ ചേഞ്ച് ചെയ്യാൻ പോവാം. R1നെ എന്ത് ചെയ്യാം? R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. നമുക്ക് ഇതിലേക്കാണ് എത്തിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പം നോക്കുമ്പോൾ BCA ഈ രീതിക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് ABC ആണ് വേണ്ടത്. അപ്പം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബിയും ബിയും കൂടി ക്യാൻസൽ ആവും, മൈനസ് സിയും സിയും കൂടിയിട്ട് ക്യാൻസൽ ആവും. ഇവിടെ എന്ത് വരും ബാക്കി? ABC മൈനസ് ബി മൈനസ് സി മൈനസ് എ മൈനസ് സി മൈനസ് എ മൈനസ് ബി ഇങ്ങനെ വന്നു. ഇതിൽ നിന്നും നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം, ഇതിൽ നിന്നും നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. സെക്കൻഡ് റോന്നും തേർഡ് റോന്നും നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ സെക്കൻഡ് റോളത്തെ നെഗറ്റീവ് തേർഡ് റോളത്തെ നെഗറ്റീവ് ഇൻറ്റു ABC BCA CAB. ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് 2 ആയി മാറും. അപ്പോൾ 2 ഇൻറ്റു ABC BCA CAB. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഷോ ദാറ്റ് ഇതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 2 0 1 2 1 3 1 minus 1 0. We have to find f of a. f of a കാണേണ്ടത്. And they have given f of x equal to x square minus 5x plus 6. f of x നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് f of a കാണണം. അപ്പോൾ നമ്മൾ എക്സിനെ എല്ലാം എന്ത് ചെയ്യണം? ഈ മെട്രിക്സ് a വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ f of x മൊത്തത്തിൽ എന്തായിട്ട് മാറും? ആ എക്സ് ഉള്ളോർത്തൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? a വെച്ച് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് എന്തായി മാറും? a സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ആയിട്ട് വെക്കണം കേട്ടോ. കാരണം ഇത് മെട്രിക്സ് ആണല്ലോ, അപ്പോൾ നമ്പർ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ i എന്നുള്ളൊരു മെട്രിക്സും കൂടി കൊടുക്കണം. നമ്പറിന് 6i എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് എന്തൊക്കെയാ? a സ്ക്വയർ കണ്ടുപിടിക്കണം, 5a കാണണം, 6i കാണണം. ഓക്കെ, a സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതേ മെട്രിക്സ് വെച്ചിട്ട് എനെ എ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, ഫസ്റ്റ് ഉള്ള മെട്രിക്സിൻ്റെ റോകളും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളംസും ആണ് എടുക്കേണ്ടത്. 2 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1 അതാണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക. 2 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1. ഇപ്പോൾ 4 പ്ലസ് 1 5 എന്ന് വരും. അടുത്തത് 2 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1, അത് മൈനസ് 1 വരും. പിന്നെ 2 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 0, അത് വരുന്നത് 2. ഓക്കെ, ഫസ്റ്റ് റോയും എല്ലാ കോളും കഴിഞ്ഞാൽ സെക്കൻഡ് റോ എടുത്തു. 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 3, അപ്പോൾ അത് 9 എന്ന് വന്നു. ഇനി 2 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 2. ദെൻ 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 0, അത് 5. ഇനി തേർഡ് റോ എടുക്കുക. 1 ഇൻറ്റു 2 പ്ലസ് മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 1, അത് 0 ചെയ്യാം. 1 ഇൻറ്റു 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു മൈനസ് 1, അപ്പോൾ അത് മൈനസ് 1. 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 3 പ്ലസ് 0 ഇൻറ്റു 0, ദാറ്റ് ഈസ് മൈനസ് 2. അപ്പോൾ ഇതാണ് a സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി 5a കാണാൻ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ആ തന്ന മെട്രിക്സിനെ മൊത്തത്തിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാ എലമെൻസിനെയും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 ഇൻറ്റു 2 10 0, 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 5 10, 5 ഇൻറ്റു 1 5, 3 ഇൻറ്റു 5 15, 1 ഇൻറ്റു 5 5, മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 5, 0 ഇൻറ്റു 5 0. ഇപ്പോൾ 5a കിട്ടി. 6i എന്തായിരിക്കും? നമുക്കറിയുന്നത് അല്ലേ, i എന്ന് പറഞ്ഞാൽ 100, അതാ ഇത് തേർഡ് ഓർഡർ ആയതുകൊണ്ട് 6i എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. a വെച്ച് നമ്മൾ എഴുതിയല്ലോ, ആ ഇക്വേഷനിൽ f of a ഈക്വൽസ് a സ്ക്വയർ മൈനസ് 5a പ്ലസ് 6iയിൽ നമുക്ക് ഈ കിട്ടിയ മെട്രിക്സ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a സ്ക്വയർ കിട്ടിയത് എന്തായിരുന്നു? 5 മൈനസ് 1 2, 9 മൈനസ് 2 5, 0 മൈനസ് 1 മൈനസ് 2, ഇതാണ് a സ്ക്വയർ. മൈനസ് 5a 10
0, 5, 10, 5, 15, 5 minus 5, 0, plus 6i, 6, 0, 0, 0, 6, 0, 0, 0, 6. That is equal to, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കറസ്പോണ്ടിങ് എലമെന്റ്സിന് ആ എന്താണോ അവിടെ കിടക്കുന്ന ഓപ്പറേഷൻ അത് ചെയ്യാം. അപ്പോൾ 5 minus 10 plus 6 അതാണ് ആദ്യത്തെ വരിക. 5 minus 10 എന്ന് പറയുമ്പോൾ -5, -5 plus 6 എന്ന് പറയുമ്പോൾ അത് 1i. ഇനി -1 minus 0 plus 0, -1. 2 minus 5 plus 0, -3. 9 minus 10 plus 0, അപ്പോൾ അത് -1. -2 minus 5 minus 7 plus 6, അപ്പോൾ -1. 5 minus 15 minus 10. 0 minus 5 minus plus 0, അപ്പോൾ അത് -5. -1 minus -5, ഇങ്ങനെ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ -1 plus 5 plus 0, അപ്പോൾ അത് 4 ആണ് വരുന്നത്. -2 minus 0 plus 6, -2 plus 6 എന്ന് പറയുമ്പോൾ അത് 4 വരും. ഇതാണ് നമ്മളുടെ f(a) എന്ന് പറയുന്നത്. അവർ ചോദിച്ച f(a) എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് 1 plus 2 plus 2 square plus etc plus 2 raised to n minus 1 is equal to 2 raised to n minus 1. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ വെച്ചാൽ അറിയാം. ആദ്യം n equal to 1ന് ഇത് ട്രൂ ആണോ നമ്മൾ നോക്കും. n equal to 1. അപ്പോൾ ഈ തന്നതാണ് നമ്മളുടെ p of n കേട്ടോ. ഇതാണ് p of n. അപ്പോൾ നമ്മൾ n equal to 1ന് ഇത് ട്രൂ ആണോ നോക്കണം. അപ്പോൾ 2 raised to 1 minus 1 അതാണ് LHS വരിക. ഈ n-ൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കാം. That is equal to 2 raised to 0, that is equal to 1. ഇതാണ് LHS. ഇനി RHS നോക്കാം. RHS എന്ന് പറയുമ്പോൾ 2 raised to 1 minus 1, that is 2 minus 1, that is equal to 1. അപ്പോൾ LHS equal to RHS. അപ്പോൾ n equal to 1ന് ഇത് ട്രൂ ആണ് എന്ന് കിട്ടി. ട്രൂ ഫോർ n equal to 1. ഇനി നമ്മൾ n equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം it is true for p of n is true for n is equal to k. അപ്പോൾ എന്ത് വരും? 1 plus 2 plus 2 square plus etc plus n ഉള്ളവർക്ക് k കൊടുക്കുക. അപ്പോൾ 2 raised to k minus 1 equal to 2 raised to k minus 1 എന്ന് നമുക്ക് കിട്ടി. n-ന് k കൊടുത്തിട്ട് എഴുതി. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? n equal to k plus 1ന് ട്രൂ ആണെന്ന് കാണിക്കണം. n equal to k plus 1 വരുമ്പോൾ ഇതെന്ത് വരും? 1 plus 2 plus 2 square plus etc plus 2 raised to k minus 1 plus ഇത് കേട്ടോ 2 raised to, ശ്രദ്ധിക്കുക ഇവിടുത്തെ n-ന് k plus 1 കൊടുക്കുക. അപ്പോൾ 2 raised to n minus 1 എന്നാ. ഈ n-ന് k plus 1 കൊടുത്താൽ k plus 1 minus 1 എന്ന് വരും. അപ്പോൾ ഈ 1ഉം -1ഉം വെട്ടിപ്പോയിട്ട് 2 raised to k എന്ന് വരും. That is equal to 2 raised to k plus 1 minus 1 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇതിൽ ഈ 2 raised to k minus 1 വരെ ഉള്ളത് നമുക്കറിയാം. 2 raised to k minus 1 ആണ്. ഇതാണെന്ന് നമുക്കറിയാം ഇതുവരെയുള്ള ടേംസിൻ്റെ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 raised to k minus 1 plus 2 raised to k എന്നെടുത്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 2 raised to k ഉണ്ട്, ഇവിടെയും ഒരു പ്ലസ് 2 raised to k ഉണ്ട്. രണ്ട് 2 raised to k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 into 2 raised to k minus 1 എന്ന് വരും. എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എക്സും എക്സും കൂടിയിട്ട് 2x എന്ന് എഴുതില്ലേ, എന്നിട്ട് -1 എന്ന് എഴുതില്ലേ, അതേപോലെ. അപ്പൊ ഇവിടെ 2 into 2 raised to k എന്ന് പറയുമ്പോൾ അത് എന്താ സാധനം? 2 raised to k plus 1 minus 1. അതല്ലേ നമുക്ക് കാണിക്കാനുണ്ടായിരുന്ന RHS. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n equal to k plus 1നും ട്രൂ ആണെന്ന് കിട്ടി. Therefore p of n is true for all n belongs to natural numbers എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അത് ഈസിയാ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനൊക്കെ 5 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇഫ് മോഡ് z minus 1
equal to mod z minus I. Show that real part equal to imaginary part. അപ്പോൾ ഇത് ചെയ്യാൻ ആദ്യം നമ്മൾ എടുക്കേണ്ടത് സെഡിന് ഒരു എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എടുക്കാം. വി നോ ദാറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മോഡ് സെഡ് ഉള്ളോടത്ത് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു. -1 ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ. ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടുകൾ തന്നെ ഒരുമിച്ച് എഴുതാം, ഇമാജിനറി പാർട്ടുകൾ തന്നെ ഒരുമിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ x-1 റിയൽ പാർട്ടാണ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇമാജിനറി പാർട്ട്. അപ്പോൾ എക്സ് പ്ലസ് ഐനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ y-1 എന്നും നമുക്ക് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലായി അറേഞ്ച് ചെയ്ത് എഴുതി. നമ്മളൊരു a പ്ലസ് ഐ ബി എന്നുള്ള ഫോമിൽ അറേഞ്ച് ചെയ്തു. ഇനി നമുക്കറിയാം മോഡ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് റൂട്ട് ഓഫ് x-1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. ഇതിന് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് we get x-1 whole square plus y square equal to x square plus y-1 whole square എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിനെ a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയറും വെട്ടിപ്പോയി, വൈ സ്ക്വയറും വെട്ടിപ്പോയി, പ്ലസ് 1 വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എന്താണുള്ളത്? -2x ഈക്വൽ ടു -2y. -2 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു വൈ. ഈ എക്സും വൈയും എന്താ? നമ്മളിവിടെ എടുത്തത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. വൈ എന്ന് പറയുന്നത് എന്താ? ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. സോ വി ഗോട്ട് റിയൽ പാർട്ട് ഈക്വൽ ടു ഇമാജിനറി പാർട്ട്. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദി സം ഓഫ് ദ സീരീസ് ഓഫ് n ടേംസ്. 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സിട്ര എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ nth ടേം വരെ ഉള്ളതിൻ്റെ സം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനെ നമ്മൾ മാറ്റി എഴുതും. 9 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ 10 - 1 എഴുതും. 99 നമ്മൾ 10 സ്ക്വയർ -1 എഴുതിയിട്ട് ഇതിനൊരു GP ആക്കി നമ്മൾ മാറ്റും. ജോമെട്രിക് പ്രോഗ്രഷൻ ആക്കി മാറ്റിയിട്ട് സം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാം. SN ഈക്വൽ ടു 9 നമ്മൾ 10 - 1 എഴുതി, പ്ലസ് അടുത്തത് 99 10 സ്ക്വയർ -1 എഴുതി, അടുത്തത് 10 ക്യൂബ് -1. അങ്ങനെ പോയി nth ടേം എന്തായിരിക്കും വരിക? 10 raised to n minus 1 വരിക. കണ്ടോ, ഫസ്റ്റ് ടേമിൽ 10 raised to 1, സെക്കൻഡ് ടേം 10 raised to 2, അപ്പോൾ സെക്കൻഡ് ടേമിൽ 2, തേർഡ് ടേമിൽ 3. അങ്ങനെയാണെങ്കിൽ nth ടേമിൽ എന്ത് വരും? 10 raised to n minus 1 എന്ന് വരും. ഓക്കെ, ഇനി ആ 10കളെയൊക്കെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം. അപ്പോൾ ഇവിടെ 10 ഉണ്ട്, ഇപ്പുറത്തെ ഒരു 10 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 10 ക്യൂബ് ഉണ്ട്, എക്സെട്ര ഒരു 10 raised to n ഉണ്ട്. കഴിഞ്ഞോ? ഇല്ല, നമുക്കിനി -1 ഉണ്ടല്ലോ. അപ്പം നമ്മൾ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത്? 1 പ്ലസ് അങ്ങനെ എത്ര 1 വരും? n വൺസുകൾ വരും, n ടൈംസ് അല്ലേ? 1 2 3 അങ്ങനെ n ഒന്നുകൾ ഉണ്ടായിരിക്കും. അപ്പം ഇത് എന്തായിട്ട് മാറി? ഈ 1 ഇങ്ങനെ n ടൈംസ് ആഡ് ചെയ്ത് അതെന്തായിരിക്കും? n ആയിരിക്കും. അപ്പം ഇത് 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 10 raised to n മൈനസ് n എന്ന് വന്നു. ഇതൊരു GP അല്ലേ? ഈ 10 സ്ക്വയർ 10 ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് 10 raised to n വരെ തരുന്നത് ഒരു GP. അതിലെ ഫസ്റ്റ് ടേം 10 ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസും എന്തുതന്നെയാണ്? കോമൺ ആയിട്ട് വരുന്ന അതും 10 തന്നെയാണ് വരുന്നത് അല്ലേ? 10 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോണത്. അപ്പം നമുക്ക് GPയുടെ ആ ഫോർമുല വെച്ചിട്ട് എന്ത് എഴുതാം? a ഇൻറ്റു r raised to n - 1 ഡിവൈഡഡ് ബൈ r - 1 എന്ന് എഴുതാം. SN. ഓക്കെ, അപ്പോൾ a എന്ന് പറയുന്നത് 10 ആണ്, ആറും 10, അപ്പോൾ 10 raised to n - 1 ബൈ 10 - 1. 10 - 1 9 ആണ്, അപ്പോൾ 10/9
ഇൻറ്റു 10⁻n−1. ഇതിൽ എസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടെ ഒരു -n ഉണ്ട്. ആ -n-നെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. -n എന്ന് വന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ സമ്മ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are roots of the equation 2x² minus 8x minus 5 equal to 0, find the quadratic equation whose root are alpha square and beta square. അപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് ആൽഫയും ബീറ്റയും ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ആ നമ്പറുകളുടെ സ്ക്വയറുകൾ റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പം ഇവിടുന്ന് നമുക്ക് കിട്ടും എന്താ കിട്ടുന്നത്? ആൽഫ നമുക്കറിയാലോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² പ്ലസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്ന് ആൽഫ പ്ലസ് ബീറ്റ കാണാമല്ലോ. സം ഓഫ് റൂട്ട് മൈനസ് ബി ബൈ എ ആണ്. അപ്പം -8/2. അപ്പം മൈനസും കൂടി പോയിട്ട് അത് 4 ആവും. നമുക്കറിയാലോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. അപ്പം -5/2 ഇത് കിട്ടി. ഇനി ആൽഫ പ്ലസ് ബീറ്റ ആണ് ഈ -8 വന്നിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു ആൽഫ ബീറ്റ. ഇത് ഫോർമുലയാണ്. a+b ഹോൾ സ്ക്വയറിൻ്റെ വെച്ചിട്ട് വരുന്ന ഒരു ഫോർമുല, ഐഡൻറ്റിറ്റി പോലെ. ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്താ കിട്ടി? 4 ആണ്. അപ്പോൾ 4² -2 ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ എന്താ? -5/2. അപ്പോൾ 2 2 വെട്ടി 4 - -5 എന്ന് പറയുമ്പോൾ അതെന്താ സാധനം? 9 ആണെന്ന് നമുക്ക് കിട്ടി. സോറി, 4 അല്ലല്ലോ, 4² അല്ലേ? ഓക്കെ, സോറി. അപ്പോൾ 16 -5 ദാറ്റ് ഈസ് 16 + 5 ദാറ്റ് ഈസ് 21. ഓക്കെ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പം നമ്മൾ പുതിയത് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മും വേണം, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് വേണം. അപ്പോൾ അതിൻ്റെ സമ്മ് കിട്ടി 21. ഇനി ഇവരുടെ പ്രൊഡക്റ്റ് വേണം, ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റയുടെ സ്ക്വയർ ആണല്ലോ -5/2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 25/4. ഇതാണെന്നും കിട്ടി. അപ്പം നമുക്ക് പുതിയ റൂട്ടായ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയറിൻ്റെ സമ്മും കിട്ടി, പ്രൊഡക്റ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാലോ? x² പ്ലസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുക. അപ്പം x² സം ഓഫ് റൂട്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടിയത് എന്തായിരുന്നു? 21 ആണ്. അപ്പം 21x പ്ലസ് അല്ല കേട്ടോ, ഇവിടെ മൈനസ് ആണേ, പ്ലസ് പ്രൊഡക്റ്റ് 25/4 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി 25/4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിക്കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 4 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4x² മൈനസ് 21 × 4 എന്ന് പറയുമ്പോൾ 84x പ്ലസ് 25 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് കമ്പൽസറി അല്ല, നമുക്കിങ്ങനെ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുറച്ച് വലിയ ക്വസ്റ്റ്യനാ, LPP ആണ് കേട്ടോ. Kiran wants to buy some color boxes and books to donate to an orphanage. ഓക്കെ, അപ്പോൾ ആ ബോക്സിനെ നമുക്ക് X എന്ന് വിളിക്കാം, ബുക്സിനെ Y എന്നും വിളിക്കാം. ആദ്യം അത് ചൂസ് ചെയ്ത് വയ്ക്കാം. He wishes to buy at least 4 books and 4 color boxes. അപ്പോൾ അറ്റ്ലീസ്റ്റ് 4ഉം അറ്റ്ലീസ്റ്റ് 4 ബുക്കും കളർ ബോക്സും വേണമെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളത് വന്നു. അപ്പോൾ X ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 വേണം, Y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 വേണം. കളർ ബോക്സിൻ്റെ കോസ്റ്റ് 200 ആണ്, ബുക്കിൻ്റെ 400 ആണ്. അപ്പോൾ 200x അല്ലേ കളർ ബോക്സിൻ്റെ, പ്ലസ് 400 ബുക്സ് ആണ് അല്ലേ, 400y. ഇതാണ്
How many color boxes and books should he buy so that the expenditure does not exceed 4,000? അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4,000. ഇത് കൂടരുത്, ഈ വാങ്ങിക്കുന്നത് കൂടാൻ പാടില്ല. At the same time he can buy maximum number of items. അപ്പോൾ മാക്സിമൈസ് എക്സ് പ്ലസ് വൈ, അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ മാക്സിമൈസ് ചെയ്യുക, മാക്സിമൈസ് എക്സ് പ്ലസ് വൈ. ഇനി കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? 200x പ്ലസ് 400y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4,000. ഇതിൽ 200 കോമൺ അല്ലേ, അപ്പം അതിനെ വെട്ടിക്കളഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് എഴുതാം. വലിയ നമ്പറൊക്കെ അല്ലേ, കോമൺ ആണെങ്കിൽ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കുക. അപ്പം അങ്ങനെ ചെറുതാക്കിയോണ്ട് പ്രശ്നമില്ല, അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വന്നു. ഇനി എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, പിന്നെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ LPP. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. ഇതിനെ സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്താ നോക്കും, അപ്പോൾ അതിനൊരു പോയിന്റ് കിട്ടും. വൈക്ക് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ നോക്കുക. ആ 2 പോയിന്റ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഭാഗം എടുക്കുക. വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ആ ഭാഗം എടുക്കുന്നു, പോർഷൻ എടുക്കുന്നു. ഇങ്ങനെ 0 10ഉം 20 0യും. പിന്നെ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആണെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ് ഇനി കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ 1 4 4 എന്നുള്ള ഈ ഒരു പോയിന്റ് ഇന്റർസെക്ഷൻ ആണ്. പിന്നെ വരുന്ന ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. നിങ്ങൾ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഒരു 4 8 വരുന്നുണ്ട്. ഇപ്പം ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഞാൻ അവിടെ എഴുതാം കേട്ടോ. 4 4 വരുന്നുണ്ട്. അത് എക്സ് ഈക്വൽ ടു 4ഉം വൈ ഈക്വൽ ടു 4ഉം ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇനി എക്സ് ഈക്വൽ ടു 4ഉം ഈ എക്സ് പ്ലസ് 2y എന്നുള്ള ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് 2 ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് 4 8. ഓക്കെ, ഇനി y ഈക്വൽ ടു 4ഉം ഇതും ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അത് 12 4 എന്നാണ് വരുന്നത്. അപ്പം ഈ 3 പോയിന്റുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, 3 പോയിന്റ് വരുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക. അത് ശരിക്കും മെഷർമെന്റ് എടുത്ത് വരച്ചാലാണ് കേട്ടോ അത് കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ആ ഫിഗറെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഓരോ പോയിന്റിലും ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂസ് എന്താണെന്ന് നോക്കണം. സോറി, അപ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് എടുത്തു 4 4. അപ്പോൾ സെഡിനും എക്സിനും വൈക്കും 4 4 കൊടുത്ത സെഡിന്റെ വാല്യൂ എന്ത് വരും? 4 + 4 ഈക്വൽ ടു 8 എന്ന് വന്നു. അടുത്ത ഇന്റർസെക്ഷൻ പോയിന്റ് 4 8 ആണ്. അപ്പോൾ z ഈക്വൽ ടു എക്സിന് 4ഉം വൈക്ക് 8ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് 12 4 ആണ്. അപ്പോൾ എക്സിന് 12ഉം വൈക്ക് 4ഉം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. നമുക്ക് വേണ്ടത് മാക്സിമം ആണ്. ഈ എക്സ് പ്ലസ് വൈ നോട്ടും ബുക്കും നമുക്ക് മാക്സിമം നമ്പർ പർച്ചേസ് ചെയ്യാൻ പറ്റണം. മാക്സിമം കിട്ടുന്നത് ഏതിലാ? 16 ആണ് നമുക്ക് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ബുക്കും ബോക്സും കൂടിയിട്ട് നമുക്ക് മാക്സിമം 16 എണ്ണം വാങ്ങാം. അത് ഏത് പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നത്? 12 4 എന്നുള്ള ഈ പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് 12 ബോക്സ് എക്സും 4 ബുക്കും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നാണ് പറയണത് ആ ഒരു കാശിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻസ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ നമുക്ക് അറിയാലേ, എ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പം ഇവിടെ എ തന്നിട്ടുള്ളത് 1 2 2 2 1 2 2 2 1 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ R2നെയും R3നെയും ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 minus 2R1 and R3 also changes to R3 minus 2R1. അപ്പോൾ നമ്മുടെ ഈ മെട്രിക്സ് ഈക്വലൻ്റ് എങ്ങനെ വരും? R1ന് ചേഞ്ച് ഒന്നുമില്ല, ഇത് 2 0 അല്ലേ? 2 - 2 0, 1 - 4
-3 വരും. 2 - 4 -2 വരും. ഇത് 0. 2 - 4 -2. ഇത് -3. ഇങ്ങനെ വന്നു. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട് ഇൻറ്റു എ. അപ്പൊ ഇവിടെ ചെയ്ത അതേ ഓപ്പറേഷൻസ് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പൊ ഈ മെട്രിക്സ് ഈ ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് വരിക 1 0 0 -2 1 0 -2 0 1 ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, ഓപ്പറേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഇവിടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് വരുത്തണം. അപ്പം ഇവിടെ എന്താണോ ചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് അതാണ് നമ്മളുടെ ഇൻവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നതല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ, ഈ -3നെ 1 ആക്കണമല്ലേ. R2 ചേഞ്ചസ് ടു R2 - R3 ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പം നമ്മുടെ മെട്രിക്സ് വരിക 1 2 2 0 -1 1 0 -2 -3. ഇതാണ് കേട്ടോ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അപ്പുറത്ത് എന്ത് വരും? 1 0 0 0 1 -1 -2 0 1 ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ രണ്ട് 2കളേനെയും 0 ആക്കണം. ആ -1നെ 1 ആക്കണം അല്ലേ. അപ്പൊ നമുക്ക് R2നെ മൈനസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു R2 ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്നത് 1 2 2 0 1 -1 0 -2 -3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ 1 0 0 0 -1 1 -2 0 1 ഇൻറ്റു എ എന്ന് വന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് R1 ചേഞ്ചസ് ടു R1 -2 R2 കൊടുക്കാം. ആൻഡ് R3 ചേഞ്ചസ് ടു R3 +2 R2. ഇവർ രണ്ടുപേരെയും 0 ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 0 -1 -4 is -5. അല്ലേ, നോക്കൂ, R1 -2 R2 എന്നാണ്. അപ്പം 2 -2 എന്ന് വരിക. 4 അഞ്ഞ് വരുന്നത് കേട്ടോ. 4 ആണേ. 4 0 -1 1 -1 അല്ല +1 -1 ഇവിടെ 0 0 -5 എന്ന് വരും. -5 അല്ലേ, നോക്കി നോക്കൂ. 3 -3 + -2 -5. ഓക്കെ, കറക്റ്റ്. ഇത് വരുമ്പോൾ 1 2 -2 0 1 -1 +1 -2 -2 3. We got this. Okay. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് -5നെ നമുക്ക് 1 ആക്കി മാറ്റണം. സോ R3 ചേഞ്ചസ് ടു -1/5 R3. Then this become 1 0 4 0 1 -1 0 0 1 and this will become 1 2 -2 0 -1 1 minus +2/5 2/5 and -3/5. This is what it becomes. Okay, നമ്മൾ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും. Now next we have to do ഈ 4നെയും -1നെയും നമുക്ക് 0 ആക്കി മാറ്റണം. And R1 changes to R1 -4 R3. R2 changes to R2 -R3. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത്
ഇവിടെ കറക്റ്റ് വന്നു 1 0 0 0 1 0 0 0 1 and this right side becomes minus 3 by 5 2 by 5 2 by 5 here minus 2 by 5 3 by 5 minus 2 by 5 here 2 by 5 2 by 5 minus 3 by 5 into A. So we got identity matrix here. അപ്പോൾ ഇതാണ് നമ്മളുടെ A inverse എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ A inverse equal to എന്ന് പറഞ്ഞിട്ട് we can write this matrix. ഈ മെട്രിക്സ് minus 3 by 5 2 by 5 2 by 5 minus 2 by 5 3 by 5 minus 2 by 5 2 by 5 2 by 5 minus 3 by 5. ഇതാണ് നമ്മളുടെ A inverse എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.